എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ വെതർ ക്ലൈമറ്റ് ആൻഡ് അഡാപ്റ്റേഷൻസ് ഓഫ് ആനിമൽസ് ടു ക്ലൈമറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ, എന്നാലല്ലേ നമുക്ക് ഇനിയും വരുന്ന ചാപ്റ്റേഴ്സൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ചെറിയ പോള് ഇട്ടിരുന്നു കമ്മ്യൂണിറ്റി ടാബിൽ. അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞത് ഈ ചാപ്റ്റർ എടുക്കാനാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ ഈ ചാപ്റ്റർ കവർ ചെയ്യുന്നത്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് ഇനി ആദ്യം വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഇടാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് വെതർ, എന്താണ് ക്ലൈമറ്റ്, ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അതോ ഒന്നാണോ? ഇതെല്ലാം നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും മനസ്സിലാകും. വെതറും ക്ലൈമറ്റും ഒന്നല്ല കേട്ടോ. ഇപ്പോൾ രാവിലെ നിങ്ങൾ സ്കൂളിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ വെളിയിൽ നല്ല മഴക്കോള്, നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്, അമ്മ പറയും മോനെ ഇന്ന് പോകുമ്പോൾ കുട എടുത്തോണ്ട് പോ, അല്ലെങ്കിൽ റെയിൻ കോട്ട് എടുത്തോണേ, ഇന്ന് എന്തായാലും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും അല്ലേ? അതുപോലെ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാർ എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷൻ നടത്താൻ പോകുമ്പോൾ വെതർ ചെക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? വെതർ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ മഴയുള്ള സമയമാണോ അതോ നല്ല വെയിലാണോ, നല്ല കാലാവസ്ഥയാണോ, തെളിഞ്ഞ കാലാവസ്ഥയാണോ എന്നൊക്കെ നോക്കും അവരല്ലേ. അതുപോലെ നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ, നിങ്ങൾ പുറത്തൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ളവരല്ലേ, ഫുട്ബോള്, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ ഇങ്ങനെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് പുറത്ത് കളിക്കാൻ? അപ്പോൾ നിങ്ങൾ നോക്കില്ലേ മഴയുണ്ടോ അതോ ഇന്നത്തെ കളി പോയോ, ഇന്ന് അമ്മ വിടത്തില്ലയോ, മഴയാണെങ്കിൽ ഇന്ന് വിടത്തില്ല, അല്ലെങ്കിൽ നല്ല വെയിലാണ്, ഒരു കുപ്പി വെള്ളം കൂടെ എടുത്തേക്കാം, നല്ല ചൂടാണ് നമുക്ക് പുറത്ത് എന്നൊക്കെ നിങ്ങൾ പറയില്ലേ? അതോ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ഗെയിം കളിക്കാനാണോ ഇഷ്ടം? ഒരുപാട് ഗെയിമേഴ്സ് ഒക്കെ ഉണ്ട് ഈ ചാനൽ കാണുന്നതെന്ന് എനിക്കറിയാം. പ്ലേ സ്റ്റേഷനൊക്കെ ഇട്ട് വീട്ടിലിരുന്ന് ഗെയിം കളിക്കാനാണോ ഇഷ്ടം? എന്നാലും നിങ്ങൾ മഴ നോക്കും അല്ലേ, ഇടിയൊക്കെ ഉണ്ടെങ്കിൽ ഗെയിം കളിക്കാൻ പറ്റുമോ? അതും ഇല്ല. The weather may have a profound effect on the game. It has a profound effect on our lives. അല്ലേ? ഏതൊക്കെ ഗെയിം കളിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? പുറത്ത് പോയി കളിക്കാനാണോ അതോ വീട്ടിലിരുന്ന് കളിക്കാനാണോ ഇഷ്ടം? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ വെതർ വെച്ചിട്ടാണ് അല്ലേ? ഒരു ദിവസത്തിൽ എന്ത് കാലാവസ്ഥയാണ് എന്ന് നോക്കിയാണ് നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഡെയിലി റിപ്പോർട്ട്സ് ഒക്കെ കണ്ടിട്ടില്ലേ? അതിപ്പോൾ ടെലിവിഷനിൽ കാണാം, ഇപ്പം നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ഇന്ന് വെതർ റിപ്പോർട്ട്സ് ഒക്കെ കാണാം. ഇന്ന് എത്രയുണ്ട് വെതർ, എത്രയുണ്ട് ഹ്യൂമിഡിറ്റി എന്നൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു, അപ്പം നിങ്ങൾ രാത്രിയൊക്കെ ന്യൂസ് നോക്കിക്കൊണ്ടിരുന്നായിരുന്നു അല്ലേ? വെതർ എങ്ങനെയാണ്, കളക്ടർ അവധി പ്രഖ്യാപിക്കുമോ, ഇന്ന് നാളെ പഠിത്തം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഡെയിലി റിപ്പോർട്ട്സ്, there are daily reports of the weather on the television and radio and in newspapers. ഇപ്പോൾ ഓൾസോ നമ്മുടെ മൊബൈലിലും അത് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്? വെതർ ആൻഡ് ക്ലൈമറ്റ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെതർ എന്താണെന്ന് നമുക്ക് നോക്കാം. വെതർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് കണ്ടോ, ഇതൊരു വെതർ റിപ്പോർട്ടാണ്, ഒരു സാമ്പിൾ ഓഫ് വെതർ റിപ്പോർട്ട് ഫ്രം ദ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു വെതർ റിപ്പോർട്ടാണ് ഇത്. നമ്മൾ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയാലും വെതർ റിപ്പോർട്ട്, ഇന്നത്തെ വെതർ എന്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ആ വെതർ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. We find that the daily weather report carries information about എന്താണ് നോക്കിക്കോ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻഫോൾ ഡ്യൂറിങ് ദ പാസ്റ്റ് 24 hours. ഒരു പാസ്റ്റ് 24 hours ആ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും റെയിൻഫോളും ഒക്കെ നോക്കിയിട്ടാണ് അന്നത്തെ ആ ഒരു വെതർ കണ്ടെത്തുന്നത്. മനസ്സിലായോ? ഇറ്റ് ഓൾസോ പ്രെഡിക്ട് ദ വെതർ ഫോർ ദ ഡേ. ഹ്യൂമിഡിറ്റി എന്താണ്? ഹ്യൂമിഡിറ്റി എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലേ, ഹ്യൂമിഡിറ്റി എന്താണ്? ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് മോയ്സ്ചർ ഇൻ ദ എയർ. എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ മോയ്സ്ചർ ഇൻ ദ എയർ. എയറിലുള്ള മോയ്സ്ചർ കണ്ടന്റ്, അതായത് വാട്ടർ കണ്ടന്റ് ആണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെതർ നോക്കുന്ന, വെതർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻഫോൾ ഡ്യൂറിങ് ദ പാസ്റ്റ് 24 hours. എന്താണ് ഹ്യൂമിഡിറ്റി? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ മോയ്സ്ചർ ഇൻ ദ എയർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഈ വെതർ റിപ്പോർട്ട്സ് ആർ പ്രിപ്പയർഡ് ബൈ ദ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഗവൺമെന്റ്. അപ്പോൾ ആരാണ് ഈ വെതർ റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് തരുന്നത്? ഇതൊക്കെ പ്രിപ്പയർ ചെയ്തതെല്ലാം നോക്കി, ഈ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ നോക്കി, ഇന്ന വെതർ ആണ്, ഇന്നത്തെ ദിവസം ഈ വെതർ ആണ്, അല്ലെങ്കിൽ മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്, ഇന്ന് വളരെ നല്ല വെയിലുള്ള ദിവസമാണ് എന്നൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളെ അറിയിക്കുന്നത്? മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഗവൺമെന്റ്. പഠിച്ചു വെക്കാം.
ദിസ് ഡിപ്പാർട്ട്മെന്റ്സ് കളക്ട് ദ ഡേറ്റ. എന്തിന്റെ ഡേറ്റ ആണ് കളക്ട് ചെയ്യുന്നത്? ടെമ്പറേച്ചർ, വിൻഡ് എക്സെട്ര ഇതെല്ലാം അവർ കളക്ട് ചെയ്യും. എന്നിട്ടാണ് അവരൊരു വെതർ പ്രഡിക്ഷൻ നടത്തുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? വെതർ റിപ്പോർട്ട്സ്, ന്യൂസ് പേപ്പറിൽ വരുന്ന വെതർ റിപ്പോർട്ട്സ് കട്ട് ചെയ്ത് നോട്ട്ബുക്കിലൊക്കെ ഒട്ടിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇനി നമ്മുടെ റെയിൻഫോൾ ഉണ്ടല്ലോ, മഴ പെയ്യുന്നത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? അതിനൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് റെയിൻ ഗേജ്. എന്താണ്? റെയിൻ ഗേജ്. ഇതാ ഞാൻ നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടോ? അതിനകത്ത് ബേസിക്കലി എന്താണ്? ഒരു മെഷറിംഗ് സിലിണ്ടർ ആണ്. അതുപോലെ തന്നെ ഒരു ഫണൽ ഉണ്ട് മുകളിൽ. എന്തിനാണ്? റെയിൻ വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി. റെയിൻഫോൾ ഈസ് മെഷേർഡ് ബൈ ആൻ ഇൻസ്ട്രുമെന്റ് കോൾഡ് റെയിൻ ഗേജ്. ഇറ്റ് ഈസ് ബേസിക്കലി എ മെഷറിംഗ് സിലിണ്ടർ വിത്ത് എ ഫണൽ ഓൺ ടോപ്പ് ടു കളക്ട് റെയിൻ വാട്ടർ. നമ്മുടെ ഒരാഴ്ച എടുക്കുകയാണെങ്കിൽ ആ ആഴ്ചയിലെല്ലാം തന്നെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും റെയിൻഫോളും ഒക്കെ സെയിം ആയിരിക്കുമോ? ആയിരിക്കില്ല അല്ലേ? അതുപോലെ ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ റെക്കോർഡഡ് മേ ദ സെയിം ഫോർ സം ഓഫ് ദ ഡേയ്സ്. അപ്പൊ നമ്മൾ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും ഒക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ സെയിം ഒക്കെ ആയിട്ട് തോന്നുമെങ്കിലും എല്ലാ ഡേയ്സിലും ഒരേപോലെയാണോ വരുന്നത്? അല്ല അല്ലേ? ഓൾ ദ പാരാമീറ്റേഴ്സ് ആർ നോട്ട് ദ സെയിം ഓൺ എനി 2 days. കണ്ടോ? അടുപ്പിച്ച് 2 ദിവസം എടുത്ത് നോക്കിയാൽ എല്ലാ പാരാമീറ്റേഴ്സ്, ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്? ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, റെയിൻഫോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതെല്ലാം ഒരുപോലെ വരില്ല. അതായത് ഒരു ഡേയിൽ എങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ, നമ്മുടെ പ്രകൃതി എങ്ങനെയാണ് എന്ന് നോക്കിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെതർ പറയുന്നത്. അപ്പൊ വെതർ എന്താണ്? ദ ഡേ ടു ഡേ കണ്ടീഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ പ്ലേസ്. ഒരു പ്ലേസിലെ ഡേ ടു ഡേ കണ്ടീഷൻ. എന്തിനെ വെച്ചിട്ടുള്ള കണ്ടീഷൻ? with respect to the temperature, humidity, rainfall, wind speed, etc. It is called weather at that place. അപ്പൊ ആ പ്ലേസിലെ വെതർ എന്താണ്? നമ്മുടെ ഹ്യൂമിഡിറ്റിയും റെയിൻഫോളും വിൻഡ് സ്പീഡും ടെമ്പറേച്ചറിനും ഒക്കെ ബേസ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് പറയുന്നതാണ് ആ സ്ഥലത്തെ വെതർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്ഥലത്തെ വെതർ ആയിരിക്കില്ല കുറച്ചപ്പുറത്തെ സ്ഥലങ്ങളിലെ വെതർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ദ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് അതർ ഫാക്ടർ ആർ ഓൾസോ കോൾഡ് ദ എലമെന്റ് ഓഫ് ദ വെതർ. അപ്പൊ ഈ ആൾക്കാരെയൊക്കെ എന്താണ് പറയുന്നത്? എലമെന്റ് ഓഫ് ദ വെതർ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എലമെന്റ് ഓഫ് ദ വെതർ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ടെമ്പറേച്ചർ പറയാം, ഹ്യൂമിഡിറ്റി പറയാം, റെയിൻഫോൾ പറയാം, വിൻഡ് സ്പീഡ് പറയാം. ഓക്കെ. ദ വെതർ ഓഫ് എ പ്ലേസ് ചേഞ്ചസ് ഡേ ആഫ്റ്റർ ഡേ ആൻഡ് വീക്ക് ആഫ്റ്റർ വീക്ക്. അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അല്ലെ? ഡേ ആഫ്റ്റർ ഡേയിൽ മാറാം, അല്ലെങ്കിൽ ഒരു വീക്കിൽ മാറാം. മനസ്സിലായോ? ദാറ്റ് ഈസ് വൈ വി ഓഫൻ സേ ടുഡേയ്സ് വെദർ ഈസ് ടു ഹ്യൂമിഡ്, അല്ലെങ്കിൽ വെദർ വാസ് വാം ലാസ്റ്റ് വീക്ക്. നമ്മൾ പറയില്ലേ ഇന്ന് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നല്ല ചൂടുണ്ട് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു ഡേ ടു ഡേയിലെ ചേഞ്ചസ് ഉള്ളത് കൊണ്ടാണ്. അതാണ് വെദർ എന്ന് പറയുന്നത്. The weather is such a complex phenomenon that it can vary over very short period of time. It can happen sometimes that it is sunny in the morning, but suddenly cloud appears from nowadays and it start raining heavily. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നല്ല വെയിലായിട്ട് തോന്നി പെട്ടെന്ന് ഒരു മഴക്കോൾ വന്ന് ഒരു മഴ പെയ്യും. അല്ലെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് മഴയൊക്കെ മാറി നല്ലതായിട്ട് നല്ല വെയിലൊക്കെ വന്നു തുടങ്ങും. ഇതൊക്കെ എന്താണ്? ആ ഒരു വെതർ കൊണ്ടാണ്. അപ്പൊ വെതർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫിനോമിനൻ ആണ് അല്ലെ? അങ്ങനെ വെതർ ഒരു കോംപ്ലക്സ് ഫിനോമിനൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഈസി ടു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? നമ്മളിപ്പോൾ നോക്കുമ്പോൾ നല്ല കാർമേഘം ഒക്കെ ഉണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി നല്ല വെയിൽ വരുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു ഗ്രാഫ് കണ്ടോ? ഇതൊരു മാക്സിമം ടെമ്പറേച്ചർ ഗ്രാഫാണ്. ഒരു 1 വീക്കിലെ കളക്ട് ചെയ്ത ടെമ്പറേച്ചർ. എങ്ങനെയാണ് ടെമ്പറേച്ചർ നമ്മളിപ്പോൾ റെയിൻ ഗേജ്, മഴയാണെങ്കിൽ റെയിൻ ഗേജ് വെച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ എങ്ങനെയാണ്? ഈ മാക്സിമം മിനിമം ടെമ്പറേച്ചർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ 4 ഒരു ഒരു സ്പെഷ്യൽ തെർമോമീറ്ററിനെ പറ്റി പഠിച്ചിരുന്നു. എന്താണ്? മാക്സിമം മിനിമം തെർമോമീറ്റർ. ആ തെർമോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ
ടെമ്പറേച്ചർ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആ ടെമ്പറേച്ചറിന്റെ ഒരു ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരാഴ്ചത്തെ ഡിഫറൻസ് ഉള്ള ഒരാഴ്ചത്തെ ഡേറ്റ് ആണിത്. നോക്കിക്കേ, ഇത് പലതിലും വ്യത്യാസമല്ലേ, എന്നാൽ ചിലതിലൊക്കെ മാക്സിമം ഒരുവിധം ഒക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട്. എന്നാലും കൂടുതൽ എന്താണ്, എല്ലാ ദിവസവും ഡിഫറെന്റ് ആയിട്ടാണ് ടെമ്പറേച്ചർ വരുന്നത്. അപ്പൊ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? സ്പെഷ്യൽ തെർമോമീറ്റർ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. മാക്സിമം ആൻഡ് മിനിമം തെർമോമീറ്റർ. ഇതാണ് മാക്സിമം ആൻഡ് മിനിമം തെർമോമീറ്ററിന്റെ ഒരു പിക്ചർ. കണ്ടോ, 2 ടൈപ്പ് ടെമ്പറേച്ചറും അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി മാക്സിമം ടെമ്പറേച്ചർ, ഒരു ഡേയിലെ മാക്സിമം ടെമ്പറേച്ചർ വരുന്ന എപ്പോഴും ഏത് സമയത്താണ്? ഒരു ആഫ്റ്റർനൂണിലാണ് അല്ലേ. അതുപോലെ തന്നെ മിനിമം കുറവ് ടെമ്പറേച്ചർ എപ്പോഴും നമുക്ക് ഏർലി മോർണിംഗിലാണ് കാണപ്പെടുന്നത്. ഇപ്പൊ മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ ഒരു സമ്മറിലൊക്കെ ഉച്ചയ്ക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ രാവിലെ അധികം ചൂടില്ലാത്തത് എന്താണെന്ന് മനസ്സിലായോ? ഇതിനെല്ലാം കാരണക്കാരനായ ഒരാളുണ്ട്, അയാളാണ് നമ്മുടെ സണ്ണ്. ഓൾ ചേഞ്ചസ് ഇൻ ദ വെദർ ആർ കോസ്ഡ് ബൈ സണ്ണ്. സണ്ണ് കാരണമാണ് നമ്മുടെ ഈ വെദറിന്റെ ചേഞ്ചസ് ഒക്കെ നടക്കുന്നത്. മനസ്സിലായോ? സൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹ്യൂജ് സ്പിയർ ഓഫ് ഹോട്ട് ഗ്യാസസ് അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ ആണ്. സൺ എന്ന് എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഉള്ള ഹോട്ട് ഗ്യാസസിന്റെ ഒരു ഹ്യൂജ് സ്പിയർ ആണ് നമ്മുടെ സൺ എന്ന് പറയുന്നത്. നമ്മുടെ സണ്ണ് നമ്മളിൽ നിന്നും ഒരുപാട് ഡിസ്റ്റൻസിലാണ്, എന്നാൽ പോലും അതിൽ നിന്ന് വരുന്ന എനർജി വളരെ വലുതാണ്. ആ എനർജി എന്തിന്റെ സോഴ്സ് ആണ്? നമുക്ക് കിട്ടുന്ന ഹീറ്റിന്റെയും ലൈറ്റിന്റെയും ഒക്കെ സോഴ്സ് ആണ് ഈ സണ്ണിൽ നിന്ന് വരുന്ന എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൺ എന്ന് പറയുന്നത് എന്താണ്? സൺ ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ദാറ്റ് കോസസ് ദ ചേഞ്ച് ഇൻ വെദർ. എങ്ങനെയാണ് ഈ വെദർ ചേഞ്ച് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഈ സണ്ണിൽ നിന്ന് വരുന്ന ഈ എനർജിയെ എർത്തിന്റെ സർഫസ്, ഓഷ്യന്, അറ്റ്മോസ്ഫിയർ ഇവരെന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്താണ് വെദർ ചേഞ്ച് വരുന്നത്. മനസ്സിലായോ? ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എനർജി അബ്സോർബ്ഡ് ആൻഡ് റിഫ്ലക്റ്റഡ് ബൈ എർത്ത് സർഫേസ്, ocean and the atmosphere play important roles in determine the weather at any place. മനസ്സിലായോ? ഓരോ സ്ഥലത്ത് വെദർ ഇങ്ങനെ ചേഞ്ച് വരാൻ കാരണം നമ്മുടെ എർത്ത് സർഫസ്, ഓഷ്യന്, അറ്റ്മോസ്ഫിയർ ഇവരെന്ത് ചെയ്യും? സണ്ണിൽ നിന്ന് എനർജീനെ അബ്സോർബ് ചെയ്യുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ ആ ഒരു റേറ്റ് വെച്ചിട്ടാണ് വെദർ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഇപ്പം ഇഫ് യു ലീവ് നിയർ ദ സീ, ഒരു സീയുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഡെസേർട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കും തമ്മിൽ വെദറിന് വളരെയധികം ഡിഫറൻസ് ഇല്ലേ? മനസ്സിലായോ? അതുപോലെ വാട്ട് അബൌട്ട് ദ ടൈംസ് ഓഫ് സൺറൈസ് ആൻഡ് സൺസെറ്റ്? സൺറൈസും സൺസെറ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? നിങ്ങൾക്ക് അറിയാമോ? ഈ വിന്ററിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പകലങ്ങ് കുറവാണ്. വിന്ററിൽ പെട്ടെന്ന് അങ്ങ് രാത്രിയാകും അല്ലേ? അതേസമയം സമ്മറിലോ നേരെ തിരിച്ചാണ്. പകൽ ഒരുപാടുണ്ട്, രാത്രിയാവാൻ ഒരുപാട് വൈകും. പക്ഷെ രാത്രി എന്താണ്? കുറവാണ് അല്ലേ? അതാണ് വിന്ററിൽ. അത് സീസൺ അനുസരിച്ചും സീസണിനെയും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. യു നോ ദാറ്റ് ഇൻ വിന്റേഴ്സ് ഇറ്റ് ബിക്കം ഡാർക്ക് ഏർലി. പെട്ടെന്ന് നിങ്ങൾക്ക് രാത്രിയാവും. അതുകൊണ്ട് തന്നെ പകൽ കളിക്കാനുള്ള സമയം എന്താണ്? വളരെ കുറവാണ്. നമുക്കറിയാം 24 hours ആണ്. പക്ഷേ ഈ രാത്രിയും പകലും ഈ സൺറൈസും കാരണം നമ്മുടെ വിന്ററിൽ പെട്ടെന്ന് തന്നെ സണ്ണ് പെട്ടെന്ന് എന്ത് ചെയ്യും? അസ്തമിക്കും. മനസ്സിലായോ? അപ്പൊ പെട്ടെന്ന് അങ്ങ് രാത്രിയാകും. അതേസമയം സമ്മറിലാണെങ്കിലോ താമസിച്ച് സൺസെറ്റ് ഉണ്ടാവാറുള്ളൂ. ക്ലിയർ ആയോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെദർ എന്ന് പറയുന്നത്. അപ്പൊ വെദർ മനസ്സിലായി. ഒരു ഡേ ടു ഡേയിൽ നമ്മുടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരുന്ന ചേഞ്ച് ആണ് വെദർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്ലൈമറ്റ് എന്ന് നമുക്ക് നോക്കാം. മെറ്റീരിയോളജിസ്റ്റ് റെക്കോർഡ് ദ വെദർ എവറി ഡേ. നമ്മൾ പറഞ്ഞല്ലോ മെറ്റീരിയോളജിസ്റ്റ് ആണ് വെദർ എല്ലാം എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ ഈ റെക്കോർഡ് എന്ത് ചെയ്യുന്നറിയോ, ഓരോ ദിവസത്തെയും വെതർ, ഇപ്പോൾ ഒരു സ്ഥലം എടുത്തു, ആ സ്ഥലത്തെ ഓരോ ദിവസത്തെയും വെതർ എന്താണെന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തു. അങ്ങനെ പാസ്റ്റ് സെവറൽ ഡെക്കേഡ്സ് എന്ത് ചെയ്തു, ഈ വെതർ നമ്മൾ ആ റെക്കോർഡ്സ് കളക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ നോക്കി ആ ഒരു സ്ഥലത്തെ ആ ഒരു വെതർ കണ്ടീഷൻ എങ്ങനെയാണ്, ആവറേജ് വെതർ പാറ്റേൺ എങ്ങനെയാണ്, എന്നും വെയിലാണോ അല്ലെങ്കിൽ എന്നും മഴയുള്ള സ്ഥലമാണോ, എല്ലാ ദിവസവും ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസത്തെ റെക്കോർഡ് എഴുതി എഴുതി വെച്ച് ലാസ്റ്റ് അതിന്റെ ആവറേജ് എടുക്കുമ്പോഴത്തേക്കും അവിടെ ഏത് ക്ലൈമറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ദ ആവറേജ് വെതർ പാറ്റേൺ ടേക്കൺ ഓവർ എ ലോങ് ടൈം, ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 25 വർഷത്തോളം ആണ് പറയുന്നത്. സേ 25 ഇയേഴ്സ് ഈസ് കോൾഡ് ദ ക്ലൈമറ്റ് ഓഫ് ദ പ്ലേസ്. അപ്പൊ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല, നമ്മൾ എടുത്ത വെതർ ആണ് ഒരു ദിവസത്തെ ഒരു ദിവസം എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ നോക്കുന്നത്. ഇങ്ങനെ നോക്കിയ ഈ വെതറുകൾ ഒരു 25 വർഷത്തോളം ഒരു സ്ഥലത്തെ വെതർ എങ്ങനെയായിരുന്നു നോക്കിയിട്ട് അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് പറയാം, അതൊരു മഴയുള്ള സ്ഥലമാണോ അല്ലെങ്കിൽ അതൊരു ചൂടായിട്ടുള്ള സ്ഥലമാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലൈമറ്റ് എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? The average weather patterns taken over a long time, say 25 years, is called a climate of the place. നിങ്ങൾക്ക് പറഞ്ഞുതരാം. If we find that the temperature at a place is ഹൈ ആണെങ്കിൽ, ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ വെരി ഹൈ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ആ വെതർ ഇങ്ങനെ നോക്കി ആവറേജ് വെതർ ഇങ്ങനെ എടുത്തപ്പോൾ ആ ഒരു സ്ഥലത്ത് എന്നും കൂടുതലും എന്താണ്, ഹോട്ടാണ്, ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് എന്തായിരിക്കും? വി സേ ദാറ്റ് ദ ക്ലൈമറ്റ് ഓഫ് ദ പ്ലേസ് ഈസ് ഹോട്ട്. മനസ്സിലായോ? ഇനി ആ സ്ഥലത്ത് തന്നെ ഈ ടെമ്പറേച്ചറും കൂടുതലാണ്, എന്നാൽ എപ്പോഴും അവിടെ മഴയും കിട്ടുന്നുണ്ട്. ഇഫ് ദർ ഈസ് ഓൾസോ ഹെവി റെയിൻഫോൾ ഓൺ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്, മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് അവിടുത്തെ റെയിൻഫോൾ നോക്കിയപ്പോൾ റെയിൻഫോളും ധാരാളമായി കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്ലേസ് എങ്ങനെയായിരിക്കും? ഹോട്ടും ആയിരിക്കും, അതുപോലെ തന്നെ വെറ്റും ആയിരിക്കും. അപ്പൊ അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്? ഹോട്ട് ആൻഡ് വെറ്റ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി മറ്റൊരു കണ്ടീഷൻ പറയാം. നമ്മൾ ഇവിടെ 2 കോളം ഇവര് മനസ്സിലാവാൻ തന്നിട്ടുണ്ട്. ഇത് ഓരോ മാസത്തെയും ആവറേജ് റെയിൻഫോളും ആവറേജ് ടെമ്പറേച്ചറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഏത് സ്ഥലമാണ്? ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒന്ന് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെയാണ് ഈ റെക്കോർഡ് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ മീൻ ടെമ്പറേച്ചർ, അതായത് ഡെയിലി മാക്സിമം മിനിമം ടെമ്പറേച്ചറിന്റെ ആവറേജും അതുപോലെ തന്നെ മിനിമം റെയിൻഫോളും നിങ്ങൾ ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചൂട് ഏറ്റവും കൂടുതലുള്ളത് എവിടാണ്? ഈ തിരുവനന്തപുരത്താണ് അല്ലേ? അതായത് നമ്മുടെ കേരളത്തിലെ ഒരു ജില്ല എടുത്താണ്. അപ്പൊ അവിടെയാണ് ചൂട് വളരെയധികം കൂടുതൽ കണ്ടത്. ഇനി റെയിൻഫോളിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മുടെ ഈ ശ്രീനഗറിനേക്കാൾ കൂടുതൽ റെയിൻഫോൾ കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പൊ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ക്ലൈമറ്റ് എങ്ങനെ നമ്മൾ പറയും? ഇതൊരു ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ആവറേജ് വെതർ എടുത്തിട്ട് ക്ലൈമറ്റ് മനസ്സിലാക്കുന്നതെന്ന്? ഇനി അതുപോലെ തന്നെ വേറൊരു നമ്മുടെ ഇന്ത്യയിലെ തന്നെ രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാലോ രാജസ്ഥാൻ ഒരു മരുഭൂമിയാണ് അല്ലേ? അപ്പൊ രാജസ്ഥാൻ എടുത്തു, അവിടെ റെയിൻഫോൾ എങ്ങനെയാണ്? വളരെ കുറവാണ് കിട്ടുന്നത്. അതേസമയം അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്? വളരെ ഹൈ ആണ് അല്ലേ? അതുപോലെ ആ റീജിയനിൽ വെരി ലിറ്റിൽ റെയിൻഫോൾ ആണ്, അവിടെ മഴ കുറവാണ്. അപ്പൊ നമ്മൾ ആ സ്ഥലത്തിന് എന്ത് പറയും? അതൊരു ഡെസേർട്ട് ഏരിയ ആണ് അല്ലെ? ദിസ് ടിപ്പിക്കൽ ഡെസേർട്ട് ക്ലൈമറ്റ് ആണ്. ഇറ്റ്സ് ഹോട്ട് ആൻഡ് ഡ്രൈ. ഡെസേർട്ട് ക്ലൈമറ്റ് അല്ലെങ്കിൽ എന്താണ്? ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ് എവിടെയുള്ളത്? നമ്മുടെ രാജസ്ഥാനിലുള്ളത്. ഇനി ദ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ റിസീവ് റെയിൻഫോൾ ഫോർ എ മേജർ പാർട്ട് ഓഫ് ദ ഇയർ. മേജർ പാർട്ട് ഓഫ് ദ ഇയറിലും വർഷം എടുത്ത് നോക്കിയാലും അവിടെ റെയിൻഫോൾ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ക്ലൈമറ്റ് ഓഫ് ദ നോർത്ത് ഈസ്റ്റ് എന്നാണ്, വെറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ക്ലൈമറ്റിനെ കുറിച്ച് മനസ്സിലായോ? അപ്പോൾ എന്താണ് വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ, വെതർ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് ചേഞ്ച്, എന്നാൽ ക്ലൈമറ്റ് ആണെങ്കിലും ആവറേജ് വെതർ കണ്ടീഷൻ ആണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ക്ലൈമറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ എന്ന ഭാഗമാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നിങ്ങൾക്ക് ജീവികളെ കുറിച്ചൊക്കെ പഠിക്കാൻ ഇഷ്ടമാണോ? ക്ലൈമറ്റ് ഓരോ ക്ലൈമറ്റിലും ജീവികൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കുന്നത്. ക്ലൈമറ്റ് ഹാസ് എ പ്രൊഫൗണ്ട് എഫക്റ്റ് ഓൺ ഓൾ ലിവിങ് ഓർഗാനിസം. നിങ്ങൾക്കറിയാമോ, ആനിമൽസിന് ഇപ്പൊ വളരെ ഹോട്ട് ആയിട്ടുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ആനിമൽസിന് അവിടെ സർവൈവ് ചെയ്യാനുള്ള ഓരോ കണ്ടീഷൻസ് അതിന്റെ ശരീരത്ത് കാണും. അതുപോലെ തന്നെ വളരെ കോൾഡ് ആയിട്ടുള്ള റീജിയൻ, അതായത് ഒരു അന്റാർട്ടിക്ക പോലെയുള്ള വളരെ തണുപ്പാർന്ന വളരെ ഐസ് ആയിട്ടുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ജീവികള്, എക്സാമ്പിൾ എന്താണ്, പോളാർ ബിയർ, പെൻഗ്വിന്, മനസ്സിലായോ? അപ്പൊ അവരുടെ ശരീരം എന്ത് ചെയ്യും, അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള കഴിവുകളൊക്കെ അതിനുണ്ടാകും. അതാണ് അതിന്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഹോട്ട് ക്ലൈമറ്റിൽ വാട്ടറിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് അല്ലെ, അതുപോലെ വളരെ ചൂടാണ്. അപ്പൊ അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ക്യാമലിന്റെ ശരീരത്തിൽ എന്താണുള്ളത്, വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്, അതിന്റെ അഡാപ്റ്റേഷൻ ആണ്. ആ സ്ഥലത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള, ആ ക്ലൈമറ്റിൽ സർവൈവ് ചെയ്യാനുള്ള അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് അത്. എന്താണ് അഡാപ്റ്റേഷൻ? നിങ്ങൾ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 പഠിച്ചിട്ടുണ്ട് അഡാപ്റ്റേഷന്റെ ഡെഫിനിഷൻ. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആർക്കൊക്കെ അറിയാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. ഇനി ഈ ഫീച്ചേഴ്സും ആൻഡ് ഹാബിറ്റ്സ് ദാറ്റ് ഹെൽപ്സ് ആനിമൽ, ഈ അതിൻ്റെ ശരീരത്തിലുള്ള ആ സ്പെഷ്യൽ ഫീച്ചേഴ്സും ഈ അതിൻ്റെ ഹാബിറ്റ്സും ഒക്കെ എന്താണ്, ദാറ്റ് ഹെൽപ്സ് ആനിമൽ ടു അഡാപ്റ്റ് ടു ദെയർ സറൗണ്ടിങ്. അവർക്ക് ആ ഒരു സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ആ സറൗണ്ടിങ് ജീവിക്കാൻ വേണ്ടി അവരെ ആ ഒരു ഫീച്ചേഴ്സും അവരുടെ സ്പെഷ്യൽ ഫീച്ചറും അവരുടെ ഹാബിറ്റ്സും ഒക്കെ ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്ലൈമറ്റ്സ് ആനിമൽസിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നും അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. വി ഡിസ്കസ് ഓൺലി ആനിമൽസ് ലിവിങ് ഇൻ പോളാർ റീജിയനിലുള്ള ആനിമൽസിനെ പറ്റിയും അതുപോലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലുള്ള ആനിമൽസിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പോളാർ റീജിയൻ? പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ പോൾസിൽ, നിയർ പോൾസിൽ സിറ്റുവേറ്റ് ചെയ്യുന്നവരാണ്. ദാറ്റ് ഈസ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. മനസ്സിലായോ? അപ്പൊ അതിന് എക്സാമ്പിൾ പറയാം. സം വെൽ നോൺ കൺട്രീസ് ദാറ്റ് ബിലോങ് ടു പോളാർ റീജിയൻ. പോളാർ റീജിയനിലുള്ള കൺട്രീസ് ഏതൊക്കെയാണ്? എക്സാമ്പിൾ 2-3 പഠിച്ചു വെച്ചോളൂ. കാനഡ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, അലാസ്ക, അതുപോലെ തന്നെ സൈബീരിയൻ റീജിയൻ ഓഫ് റഷ്യ. ഇനി അതുപോലെ നമുക്ക് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നോക്കണം. റെയിൻ ഫോറസ്റ്റ് ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, മലേഷ്യ, ഇന്തോനേഷ്യ, ബ്രസീൽ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, കെന്യ, ഉഗാണ്ട, നൈജീരിയ, ഇവിടെയൊക്കെ എന്തുണ്ട്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഈ റീജിയനിലുള്ള 2-3 എക്സാമ്പിൾ ആനിമൽസിനെ പറ്റി പഠിക്കാം. ആദ്യം നമുക്ക് പോളാർ റീജിയൻ നോക്കാം. പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം അല്ലേ, വളരെ സ്നോ ആയിട്ടുള്ള വെരി കോൾഡ് ആയിട്ടുള്ള റീജിയൻ ആണ് പോളാർ റീജിയൻ എന്ന് പറയുന്നത്. അവിടെ എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്, മനസ്സിലായോ? വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. 6 months അവിടെ എന്താണ്, സൺ ഡസ് നോട്ട് സെറ്റ്, സൺസെറ്റേ ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ അതർ 6 months അവിടെ സൺറൈസും നടക്കാറില്ല. അപ്പൊ എന്താണ്, 6 months വളരെ 6 months നേരം എന്താണ്, അസ്തമിക്കാറില്ല. അടുത്ത 6 months എന്താണ്, ഫുൾ ഇരുട്ടായിരിക്കും, സൂര്യൻ ഉദിക്കാറേ ഇല്ല. മനസ്സിലായോ? ഇൻ വിന്റേഴ്സിൽ ടെമ്പറേച്ചർ ക്യാൻ ബി ആസ് ലോ ആസ് -37 degrees Celsius. അവിടെ വിന്റർ ആവുമ്പോൾ എന്താണ്, ടെമ്പറേച്ചർ -37 degrees Celsiusലും ലോ ആയിരിക്കും. അത്ര തണുപ്പായിരിക്കും. അവിടെയുള്ള ആനിമൽസ് അവിടെ ജീവിക്കാൻ അവർക്ക് അത്രയും സിവിയർ കണ്ടീഷനിൽ ജീവിക്കാനുള്ള അഡാപ്റ്റീവ് പവർ ഉണ്ട് അവർക്ക്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാമ്പിൾ പോളാർ ബിയർ ആൻഡ് പെൻഗ്വിൻ. പെൻഗ്വിനും പോളാർ ബിയേഴ്സും ആണ് എക്സാമ്പിൾ. ഇവരെ കുറിച്ച് നമുക്ക് പഠിക്കാം. പോളാർ ബിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ ശരീരം എങ്ങനെയാണ്? നല്ല വൈറ്റ് ഫർ ആണ് അല്ലെ, അവരുടെ ദേഹം മുഴുവനും വെളുത്ത മഞ്ഞ് പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ പിക്ചറൊക്കെ? അത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ അവരുടെ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ പ്രിഡേറ്ററിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അങ്ങനെയുള്ള ഒരു ശരീരം അവർക്ക് ഉള്ളത്. അത് മാത്രമാണോ? അത് മാത്രമല്ല, ഇറ്റ് ഓൾസോ ഹെൽപ്പ് ദം ടു കാച്ചിങ് ദെയർ
പ്രേ, അവർക്ക് ഇര പിടിക്കാൻ വേണ്ടിയും അത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള ഈ കോൾഡിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയും ഈ തിക്ക് ഫർ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അവർക്ക് 2 തിക്ക് ലെയേഴ്സ് ഓഫ് ഫർ ആണ് ഉള്ളത്. ഒരു ലെയർ ഒന്നും അല്ല, 2 തിക്കായിട്ടുള്ള ലെയർ ആണ് അവരുടെ ശരീരത്തിൽ ഉള്ളത്. ദേ ഓൾസോ ഹാവ് എ ലെയർ ഓഫ് ഫാറ്റ് അണ്ടർ ദെയർ സ്കിൻ. അത് മാത്രമല്ല, അവരുടെ ശരീരത്തിൽ ഒരു ലെയർ ഓഫ് ഫാറ്റിന്റെ ഒരു ലെയറും ഉണ്ട്. അതുപോലെ അവർ വെൽ ഇൻസുലേറ്റഡ് ആണ് അവരുടെ ബോഡി. അതുകൊണ്ട് അവർ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. അത് മിക്ക സമയം റെസ്റ്റ് എടുക്കും. എന്തിനു വേണ്ടിയാണ്? ഓവർ ഹീറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി. ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അവർ റെസ്റ്റ് എടുക്കുന്നത്, പയ്യെ സ്ലോ ആയിട്ട് നടക്കുന്നത്. പിന്നെ അവർ വാം ഡേയ്സിൽ അവരുടെ ശരീരം കൂളാക്കാൻ വേണ്ടി ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ അവർ ഏർപ്പെടും. എങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് അവർ ചെയ്യുന്നത്? അവർ നന്നായിട്ട് സ്വിമ്മിങ് നടത്തും. അവർ ഗുഡ് സ്വിമ്മർ ആണ്. അവരുടെ കൈകാലുകളൊക്കെ വൈഡ് ആണ്, ലാർജ് ആണ്. ഇത് എന്തിനാണ്? സ്വിം ചെയ്യാനുള്ള അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഓൾസോ വാക്ക് വിത്ത് ഈസ് ഇൻ ദ സ്നോ. സ്നോയിൽ എളുപ്പം നടക്കാൻ വേണ്ടിയും സ്വിം ചെയ്യാൻ വേണ്ടിയും അവരുടെ പോസ് ഒക്കെ എങ്ങനെയുള്ളതാണ്? വൈഡ് ആൻഡ് ലാർജ് ആണ്. ഇതെല്ലാം ഓർത്തിരിക്കണം കേട്ടോ. എക്സാമിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കി ഇരുന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമല്ലേ, പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. വൈൽ സ്വിമ്മിങ് അണ്ടർ ദ വാട്ടറിന്റെ അടിയിലൂടെ സ്വിം ചെയ്യാൻ വേണ്ടി ഇവർക്ക് എന്താണ്? ഇറ്റ് ക്യാൻ ക്ലോസ് ഇറ്റ്സ് നോസ്ട്രിറ്റ്. അവരുടെ നോസ്ട്രിൽസും ഒക്കെ ക്ലോസ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. ഇതൊക്കെ ഓരോ അഡാപ്റ്റേഷൻ ആണ്, മനസ്സിലായോ? ആ അണ്ടർ വാട്ടറിൽ കൂടെ സ്വിം ചെയ്യാൻ വേണ്ടി അവർക്ക് എന്താണ്? ആ നോസ്ട്രിൽസ് അടയ്ക്കാനോ ക്ലോസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ക്യാൻ റിമൈൻ അണ്ടർ വാട്ടർ ഫോർ ലോങ് ഡ്യൂറേഷൻ. അത് കാരണം അവർക്ക് ലോങ് ഡ്യൂറേഷനിലും വാട്ടറിന്റെ അടിയിലൊക്കെ നിൽക്കാനുള്ള കഴിവുണ്ട്. ഇറ്റ് ഹാസ് എ സ്ട്രോങ് സെൻസ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അവർക്ക് നല്ല സ്മെല്ല് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ പെട്ടെന്ന് പ്രേ ഒക്കെ പിടിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് പോളാർ ബിയറിനുള്ളതെന്ന് മനസ്സിലായതാ? ഇതാണ് പോളാർ ബിയർ. എല്ലാവർക്കും അറിയാമല്ലോ പോളാർ ബിയർ. ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതാണ് പെൻഗ്വിൻസ് അല്ലെ. പെൻഗ്വിൻസിനും വൈറ്റ് ആണ്. പെൻഗ്വിൻസിന്റെ ശരീരം വൈറ്റ് കളറാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ചെറിയ ബ്ലാക്കും ഫുൾ വൈറ്റും അല്ലേ അവര്. അതും നമ്മുടെ പോളാർ ബിയറിന്റെ കാര്യം പറഞ്ഞതുപോലെ എന്തിനു വേണ്ടിയാണ്? മെർജസ് വെൽ വിത്ത് ദ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കാൻ, അവരുടെ ആ പ്രിഡേറ്ററിൽ നിന്നൊക്കെ രക്ഷ നേടാൻ. ഇറ്റ് ഓൾസോ ഹാസ് എ തിക്ക് സ്കിൻ. അവരുടെ സ്കിന്ന് വളരെ തിക്കാണ്. അതുപോലെ അവർക്ക് ഒത്തിരി ഫാറ്റ് ഉണ്ട് അവരുടെ ശരീരത്തിൽ. എന്തിനു വേണ്ടിയാണ് ഫാറ്റ് വരുന്നത്? തണുപ്പിൽ നിന്നും ടു പ്രൊട്ടക്ട് ഫ്രം കോൾഡിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ്. നമ്മുടെ പോളാർ ബിയറിന്റെ കാര്യം പറഞ്ഞ പോലെ അവർക്കും ഉണ്ടായിരുന്നല്ലേ ഒരു തിക്ക് ലെയർ ഓഫ് ഫാറ്റിന്റെ ഒരു ലെയർ ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടോ? നിങ്ങൾ അല്ലാതെ തന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, അവര് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. പെൻഗ്വിൻസ് ഹഡിൽസ് ടുഗദർ. എന്തിനു വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്? അവരുടെ ബോഡി വാം ആകാൻ വേണ്ടിയാണ്. നമുക്ക് തന്നെ അറിയാം അല്ലെ, ഒരുപാട് ആൾക്കാരിരിക്കുന്ന ഒരു ഹാളിൽ നമ്മൾ ഇരുന്നാൽ എത്രമാത്രം ചൂട് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ അവർക്ക് എന്താണ്? ചൂടാണ് വേണ്ടത്. അതുകൊണ്ടാണ് പെൻഗ്വിൻസ് ഹഡിൽസ് ടുഗദർ. ഓക്കെ. ഇനി നമുക്ക് അവരുടെ ഫീറ്റ് ഒക്കെ കണ്ടോ? ലൈക്ക് പോളാർ ബിയേഴ്സ്, പെൻഗ്വിൻസ് ആർ ഓൾസോ ഗുഡ് സ്വിമ്മേഴ്സ്. പെൻഗ്വിൻസും എന്താണ്? സ്വിമ്മറാണ്, നല്ല സ്വിമ്മേഴ്സ് ആണ് പെൻഗ്വിൻസും. ദെയർ ബോഡീസ് ആർ സ്ട്രീം ലൈൻഡ് ആൻഡ് ദെയർ ഫീറ്റ് ഹാവ് വെബ്സ് മേക്ക് ദം ഗുഡ് സ്വിമ്മർ. കണ്ടോ അവരുടെ ആ ഒരു ഫീറ്റ് കണ്ടോ? ആ ഫീറ്റിൽ എന്താണ്? വെബ് പോലെയാണ് അല്ലെ. എന്തിനാണ് അത്? സ്വിമ്മ് ചെയ്യാൻ വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്യാനാണ്. ഇതൊക്കെ ഒരു അഡാപ്റ്റേഷൻസ് ആണ് കേട്ടോ അവരുടെ ബോഡീസ് ഒക്കെ. മറ്റു കുറച്ച് ആനിമൽസും ഇതുപോലെ തന്നെ പോളാർ റീജിയനിലുണ്ട്. അതാരൊക്കെയാണ്? ചില ടൈപ്പ് ഓഫ് ഫിഷസ്, മസ്ക് ഓക്സൻസ്, അല്ല റെയിൻഡിയേഴ്സ്, ഫോക്സസ്, സീൽസ്, വെയിൽസ് ആൻഡ് ബേർഡ്സ്. ഇവർക്കും ഇതുപോലെയുള്ള ഓരോ ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട് ഈ തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടാൻ. ഇനി ഫിഷ് ആണെങ്കിൽ അവർക്ക് ക്യാൻ റിമൈൻ അണ്ടർ കോൾഡ് വാട്ടറിൽ ജീവിക്കാനുള്ള കഴിവുണ്ട്. ഫോർ ലോങ് അവർക്ക് റിമെയിൻ അണ്ടർ കോൾഡ് വാട്ടർ. അതുപോലെ തന്നെ ബേർഡ്സ് മസ്റ്റ് റിമെയിൻ വാം ടു സർവൈവ്. ബേർഡ്സിന് എന്ത് ചെയ്യണം? അവർക്ക് വാം ആയിരിക്കണം സർവൈവ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്യും. വാമർ റീജിയനിലോട്ട് വിന്റർ വരുമ്പോൾ അവരെന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് വിന്റർ കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. മനസ്സിലായോ? മൈഗ്രേറ്ററി ബേർഡ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രോബബിലി ഇവർ ഇന്ത്യയിലോട്ടാണ്. കാരണം ഇന്ത്യയുടെ ഒരു ക്ലൈമറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഇന്ത്യയിലേക്കാണ് അവർ പ്രോബബിലി വരുന്നത്. നിങ്ങൾ ഈ
സൈബീരിയൻ കൊക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സൈബീരിയയിൽ നിന്നുള്ള സൈബീരിയൻ ക്രെയിൻസ് ഭാരത്പൂർ പോലെ രാജസ്ഥാനിൽ അല്ലെങ്കിൽ ഹരിയാന, പിന്നെ അതുപോലെ വെറ്റ്ലാൻഡ്സിലൊക്കെ നോർത്ത് ഈസ്റ്റിലുള്ള വെറ്റ്ലാൻഡ്സിൽ അതർ പാർട്സ് ഓഫ് ഇന്ത്യയിലോട്ടൊക്കെ അവരിതുപോലെ വാം ആകാൻ വേണ്ടി വരും. എന്നിട്ട് വിന്റർ കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും. ഓക്കെ, ഇനി നമുക്ക് മൈഗ്രേറ്ററി ബേർഡ്സിനെ കുറിച്ച് ഒന്ന് നോക്കാം. സം മൈഗ്രേറ്ററി ബേർഡ്സ് ട്രാവൽ ആസ് മച്ച് ആസ് 15,000 കിലോമീറ്റർ ടു എസ്കേപ്പ് ദ എക്സ്ട്രീം ക്ലൈമറ്റ് കണ്ടീഷൻ അറ്റ് ഹോം. അവർ 15,000 കിലോമീറ്ററോളം അവർ മൈഗ്രേറ്റ് ചെയ്യും. എന്താണ്? ആ ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി. അവർ വളരെ ഹൈറ്റിലാണ് പറക്കുന്നത്. ആൻഡ് the cold condition allow them to disperse the heat generated by their flight muscles. അവരുടെ ആ ഫ്ലൈറ്റ് മസിൽസ് കാരണം എന്താണ്? ഹീറ്റ് ഡിസ്പോസ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കേണ്ടത്, ഇവർ കറക്റ്റ് ഈ സമയമാകുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ റൂട്ടിലൂടെ പോകുന്നതെന്ന് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. ഇവർക്ക് എങ്ങനെയാ കറക്റ്റ് സെയിം പ്ലേസിൽ എപ്പോഴും ഈ എല്ലാ വർഷവും എങ്ങനെ ഇങ്ങനെ പോകാൻ സാധിക്കുന്നു എന്നൊന്നും ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. ഇറ്റ് സീംസ് ദാറ്റ് ദീസ് ബേർഡ്സ് ഹാവ് എ ബിൽഡ് ഇൻ സെൻസ് ഓഫ് ഡയറക്ഷൻ. ചിലർക്ക് അവരുടെ ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ സം ബേർഡ്സ് പ്രോബബ്ലി യൂസ് ലാൻഡ് മാർക്ക്. ചില ബേർഡ്സ് ഒക്കെ ലാൻഡ് മാർക്ക് വെച്ചിട്ട് അങ്ങനെ ഗൈഡ് ചെയ്ത് പോകാം. മെനി ബേർഡ്സ് മേ ഗൈഡഡ് ബൈ ദ സൺ ഡ്യൂറിങ് ദ ഡേ ആൻഡ് സ്റ്റാർസ് അറ്റ് നൈറ്റ്. ചില ബേർഡ്സ് എങ്ങനെയാണ് ചിലപ്പോൾ സണ്ണിന്റെ ആ ഒരു ഗൈഡൻസിൽ അല്ലെങ്കിൽ സ്റ്റാർസ് നോക്കി പോകുന്നതാകാം. ഇതെല്ലാം എന്നാൽ പോലും ഇതൊക്കെ ഒരു കറക്റ്റ് തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതെല്ലാം ഒരു മിസ്റ്ററിയാണ്. There is some evidence that birds may use the magnetic field of the earth to find direction. ചില എവിഡൻസ് ഒക്കെ കിട്ടിയത് എന്താന്ന് വെച്ചാൽ അവർ ആ ഒരു എർത്തിന്റെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ബേസ് ചെയ്ത് ഡയറക്ഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം എന്നും ചില എവിഡൻസ് ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ബേർഡ്സ് ദാറ്റ് മൈഗ്രേറ്റ്. നമുക്ക് ഈ ബേർഡ്സ് മാത്രമൊന്നുമല്ല മൈഗ്രേറ്റ് ചെയ്യുന്നത്. മാമൽസ് ഉണ്ടാവും, മെനി ടൈപ്പ് ഓഫ് ഫിഷസ്, ഇൻസെക്ട്സ് ആർ ഓൾസോ മൈഗ്രേറ്റ് സീസണലി ഇൻ സെർച്ച് ഫോർ മോർ ഹോസ്പിറ്റബിൾ ക്ലൈമറ്റ്സ്. അവർക്ക് ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനിൽ രക്ഷ നേടാൻ ഈ ബേർഡ്സ് മാത്രമൊന്നും അല്ല, മാമൽസ് ഉണ്ട്, ചില ഫിഷസ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, ഇവരെല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്നത് ഉണ്ട്. മനസ്സിലായോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഇത്രയും നേരം പോളാർ റീജിയൻ ആണ് നോക്കിയത്. ഇനി നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലുള്ള ജീവികൾ ആരൊക്കെയാണെന്നാണ് നോക്കുന്നത്. കണ്ടോ, കുറച്ച് ആൾക്കാർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? റെഡ് ഐഡ് ഫ്രോഗ്, എ ന്യൂ വേൾഡ് മങ്കി. കണ്ടോ, ദ ട്രോപ്പിക്കൽ റീജിയൻ ഹാസ് ജനറലി എ ഹോട്ട് ക്ലൈമറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലൊക്കേഷൻ അറൌണ്ട് ദ ഇക്വേറ്റർ. അവര് നേരത്തെ പോളാർ റീജിയൻ ആയിരുന്നു അല്ലേ, ഇത് ഇക്വേറ്ററിലാണ്, ഇക്വേറ്ററിന് അറൌണ്ട് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഒരു ഹോട്ട് ക്ലൈമറ്റ് ആണ്. മനസ്സിലായോ? ഈവൻ ഇൻ ദ കോൾഡസ്റ്റ് മന്ത് ദ ടെമ്പറേച്ചർ ഈസ് ജനറലി ഹയർ ദാൻ അബൌട്ട് 15 ഡിഗ്രി സെൽഷ്യസ്. കോൾഡസ്റ്റ് മന്തിൽ പോലും അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്? 15 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ഹയർ ആണ്. ഡ്യൂറിങ് ഹോട്ട് സമ്മേഴ്സ് ദ ടെമ്പറേച്ചർ മേ ക്രോസ് 40 ഡിഗ്രി സെൽഷ്യസ്. ഹോട്ട് സമ്മർ ആണെങ്കിലോ ടെമ്പറേച്ചർ ഒരു 40 ഡിഗ്രി സെൽഷ്യസിലും മേലെ പോകാറുണ്ട്. അപ്പൊ അത്രയ്ക്ക് ചൂടായിരിക്കും. ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ ദ ലെങ്ത് ത്രൂ ഔട്ട് ദ ഇയർ. അവിടുത്തെ ഡേയ്സും നൈറ്റ്സും ഒക്കെ ഓൾമോസ്റ്റ് എന്താണ്? ഈക്വൽ ആണ്. ദീസ് റീജിയൻ ഗെറ്റ് പ്ലെന്റി ഓഫ് റെയിൻഫോൾ. അത് മാത്രമല്ല, ഇവിടെ ധാരാളം മഴയുണ്ട്. മനസ്സിലായോ? ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് റീജിയൻ ഈസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീച്ചർ എന്താണ്? അവിടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. ആ റീജിയൻ എന്താണ്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കാണപ്പെടുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ആസം ഇൻ ഇന്ത്യ, സൗത്ത് ഏഷ്യ, സെൻട്രൽ അമേരിക്ക ആൻഡ് സെൻട്രൽ ആഫ്രിക്ക, ഇവിടെയൊക്കെയാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. ബിക്കോസ് ഓഫ് ദ കണ്ടിന്യൂസ് വാംത്ത് ആൻഡ് റെയിൻ ദിസ് റീജിയൻ സപ്പോർട്ട്സ് വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഒരു ഹോട്ട് ക്ലൈമറ്റ് ആണ്, അതുപോലെ തന്നെ നല്ല റെയിനും ഉണ്ട്. അതായത് വാമറും ആണ്, എന്നാൽ റെയിനിയുമാണ്. അങ്ങനെയുള്ള റീജിയൻ ആയതുകൊണ്ട് ഇവിടെ ധാരാളം പ്ലാന്റ്സും ആനിമൽസും ഉണ്ട്. നമ്മുടെ പോളാർ റീജിയൻ പോലെയല്ല, ഇവിടെ ധാരാളം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഉണ്ട്, വെറൈറ്റി ഓഫ് ആനിമൽസ്. ദ മേജർ ടൈപ്പ് ഓഫ് ആനിമൽസ് ലിവിംഗ് ഇൻ ദ റെയിൻ ഫോറസ്റ്റ് ആർ
ഇനി ഏതൊക്കെ ആനിമൽസ് ആണെന്ന് നമുക്ക് നോക്കാം. മങ്കി ഉണ്ട്, എയ്പ്സ് ഉണ്ട്, ഗോറില്ലാസ്, ടൈഗേഴ്സ്, എലിഫന്റ്സ്, ലെപ്പേർഡ്, ലിസാർഡ്, സ്നേക്സ്, ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്, ഇങ്ങനെ ധാരാളം ജീവികൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ലെറ്റ്സ് റീഡ് അബൌട്ട് ദ അഡാപ്റ്റേഷൻസ് ഓഫ് ദീസ് ആനിമൽസ് ടു ഹോട്ട് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ഈ ഹോട്ട് ഹ്യൂമിഡ് ആയിട്ടുള്ള ഈ ക്ലൈമറ്റിൽ ജീവിക്കുന്ന ഇവരുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് ഇവിടെ കണ്ടല്ലോ കുറച്ച് എക്സാമ്പിൾസ്, അതൊന്ന് നോക്കി വെച്ചേക്കണേ. The climate condition in the rainforest are highly suitable for supporting an enormous number of and variety of animals. ഈ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഈ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ജീവികൾക്കൊക്കെ വളരെ സപ്പോർട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വെറൈറ്റി ഓഫ് ആനിമൽസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആനിമൽസിനെ പറ്റി മാത്രമല്ലേ പഠിക്കുന്നത്. പിന്നെ നമ്പേഴ്സ് ഒരുപാടുള്ളത് കൊണ്ട്, ഇതുപോലെ ലാർജ് നമ്പർ ഉള്ളതുകൊണ്ട് ഇവിടെ ഫുഡിനൊക്കെ നമുക്കറിയാമല്ലോ, ഫുഡിന് വളരെ കോമ്പറ്റീഷൻ നടക്കും. ഇത്രയും പേർക്ക് ഉള്ള ഫുഡ് വേണ്ടേ, അപ്പോൾ അതിനൊരു കോമ്പറ്റീഷൻ ഉണ്ട്. മെനി ആനിമൽസ് ആർ അഡാപ്റ്റഡ് ടു ലിവിങ് ഓൺ ട്രീസ്. അതുകൊണ്ട് തന്നെ പലരും അവരുടെ ഫുഡിന്റെ അവൈലബിലിറ്റി നോക്കി ജീവിക്കുന്നുണ്ട്. ചിലവരെന്താണ് ട്രീസിൽ മാത്രമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇനി റെഡ് ഐഡ് ഫ്രോഗ്, ഈ ഫ്രോഗിനെ പറ്റിയാണ് നമ്മൾ നോക്കാവുന്നത്. അവരുടെ അഡാപ്റ്റേഷൻ എന്താണെന്ന് അറിയാവോ? അവർക്ക് സ്റ്റിക്കി പാഡ്സ് ഓൺ ഇറ്റ്സ് ഫീറ്റ്, അവരുടെ ആ ഫീറ്റിൽ ഒരു സ്റ്റിക്കി പാഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ എവിടെ ഈ ട്രീയിലൊക്കെ ക്ലൈംബ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അവിടെ ഉള്ള ജീവികളെയൊക്കെ അവർക്ക് ഫുഡ് ആക്കാനും പറ്റും. ടു ഹെൽപ്പ് ദം ലിവ് ഓൺ ട്രീസ്. ഇനി അടുത്ത മങ്കീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് ലോങ് ടെയിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മങ്കീസ്, ലോങ് ടെയിൽ ആയതുകൊണ്ട് അവർക്ക് ബ്രാഞ്ചസിലൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഹാൻഡും അവരുടെ ഫീറ്റും കണ്ടോ, അവരുടെ ഹാൻഡും ഫീറ്റും ഒക്കെ തന്നെ ഇവർക്ക് ഈസി ആയിട്ട് ആ ഒരു മരത്തിലൊക്കെ ബ്രാഞ്ചസിലൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവും ഫ്രൂട്ട്സ് തിന്നാൻ, അങ്ങനെ അവർ ആ മരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനും അവർക്കൊക്കെ സാധിക്കും. അപ്പൊ രണ്ടുപേരുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ ഫ്രോഗിന് ട്രീസിൽ ജീവിക്കാൻ സാധിക്കുന്ന അവരുടെ സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു കാലുകളാണ്. അതുപോലെ ഇവരുടെ കാര്യം, മങ്കീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി കോമ്പറ്റീഷൻ, ഫുഡിന് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് ചില ആനിമൽസിന് അല്ലാതെ കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതാണ് ഒരു എക്സാമ്പിൾ ആണ് ടൗക്കൻ എന്ന് പറഞ്ഞ ഒരു ബേർഡ്. ദാ ഈ ഇമേജിൽ കാണുന്ന ഈ ബേർഡ് കണ്ടോ, അതിന്റെ ആ ഒരു കൊക്കൊക്കെ കണ്ടോ എങ്ങനെ ഇരിക്കുന്നതെന്ന്. അത് അവരുടെ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉള്ള ആ ഒരു രീതിയിലാണ് അവരുടെ ആ ഒരു ബോഡി ഷേപ്പ് ഒക്കെ. എ സ്ട്രൈക്കിംഗ് എക്സാമ്പിൾ ഈസ് ദാറ്റ് ദ ബേർഡ് ടൗക്കൻ വിച്ച് പോസസ് എ ലോങ് ലാർജ് ബീക്ക്. അവരുടെ ആ ലോങ് ലാർജ് ബീക്ക് കാരണം ദിസ് ഹെൽപ്സ് ടു ടൗക്കൻ ടു റീച്ച് ദ ഫ്രൂട്ട്സ് ഒക്കെ ആ ബ്രാഞ്ചസിൽ പോയി കഴിക്കാനൊക്കെ അതിന് സാധിക്കും. ഇനി മെനി ട്രോപ്പിക്കൽ ആനിമൽസ് ഹാവ് സെൻസിറ്റീവ് ഹിയറിംഗ്, ഷാർപ്പ് ഐസൈറ്റ്. ചില ജീവികൾക്ക്, അതായത് നമ്മുടെ പുലി, കടുവ അങ്ങനത്തെ ഉള്ള ജീവികൾക്ക് എങ്ങനെയാണ്, അവർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഹിയറിംഗ് ആണ്. എവിടെ നിന്നുള്ള സൗണ്ടും കേൾക്കാൻ പറ്റും. അതുപോലെ എത്ര ദൂരെയുള്ള വസ്തുക്കളെയും കാണാനൊക്കെ ഉള്ള കഴിവുണ്ട്. തിക്ക് സ്കിൻ ആയിരിക്കും. അതിന്റെ സ്കിൻ കളർ എന്താ, ഹെൽപ്സ് ദം ടു കാമഫ്ലാഗ്. എന്താണെന്നറിയാം കാമഫ്ലാഗ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ സറൗണ്ടിങ്സ്, നമ്മൾ ഓന്ത് നിറം മാറുന്ന കണ്ടിട്ടില്ലേ, ഓന്തിനെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് നിറം മാറും അല്ലേ, അതുപോലെയുള്ള കഴിവുള്ള സ്കിന്നുകളൊക്കെ അവർക്കുണ്ട്. ദിസ് ഈസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം പ്രിഡേറ്റർ. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രിഡേറ്ററിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അത് സഹായിക്കുന്നു. ഒരു എക്സാമ്പിൾ ആണ് ബിഗ് കാറ്റ്സ്, അത് ലയൺ, ടൈഗർ പോലെയുള്ള ആൾക്കാരെ പറ്റിയാണ് അത് പറഞ്ഞത്. ഇനി ദ ലൈൻ ടൈൽഡ് മക്കാക്ക്, ദാ ഇരിക്കുന്നുണ്ടോ ലൈൻ ടൈൽഡ് മക്കാക്ക്. ഇവരുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഇവരുടെ ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചർ എന്ന് പറയുന്നത് ആ വൈറ്റ്, അവരുടെ ആ മുഖത്തിന് ചുറ്റുമുള്ള സിൽവർ വൈറ്റ് ആ രോമമാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവർ ഏത് സമയവും ഈ ട്രീയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവർ ഗുഡ് ക്ലൈംബർ ആണ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടും അവർ കഴിക്കുന്നത് ഫ്രൂട്ട്സ്, സീഡ്, യങ് ലീവ്സ്, സ്റ്റെംസ്, ഫ്ലവേഴ്സ്, അതായത് ആ ട്രീയിലുള്ള എല്ലാം തന്നെ കഴിച്ച ആ ട്രീയിൽ തന്നെയാണ് അവരുടെ മേജർ പാർട്ട് ഓഫ് ലൈഫും. അവർ ആ ട്രീയിൽ തന്നെയാണ്, താഴോട്ട് ഇറങ്ങാറേയില്ല. ദിസ് ബിയേർഡ് ഏപ്പ് ഓൾസോ, ഈ ബിയേർഡ് ഏപ്പ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. ആ ഒരു താടി, മീശ പോലെ ചുറ്റുമുള്ളത് കൊണ്ടാണ് അവരെ അങ്ങനെ ഒരു പേര് വിളിക്കുന്നത്. ദിസ് ബിയേർഡ് ഏപ്പ് ഓൾസോ സെർച്ചസ് ഫോർ ഇൻസെക്ട് അണ്ടർ ദ ബാർക്ക് ഓഫ് ദ ട്രീ. ട്രീയുടെ ബാർക്കിലൊക്കെ ഉള്ള ചെറിയ ഇൻസെക്റ്റിനെയും അവര് കഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് താഴോട്ട് വരവ് കുറവാണ്. അവിടെ തന്നെ ഇഷ്ടംപോലെ ഫുഡ് അവർക്കുള്ളത് കൊണ്ട് ട്രീയിൽ തന്നെയാണ് അത് കാണപ്പെടുന്നത്. ഇനി അടുത്ത ഒരു വെൽ നോൺ ആയിട്ടുള്ള ആനിമൽ ആണ് നമ്മുടെ ഇന്ത്യൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലുള്ളത് എലിഫന്റ്, നമ്മുടെ ആന.
ഇനി എന്തൊക്കെ അഡാപ്റ്റീവ് കണ്ടീഷൻസ് ആണ് അവർക്കുള്ളത് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ഇറ്റ്സ് ട്രങ്ക്. അവരുടെ ആ ഒരു തുമ്പിക്കൈ കണ്ടോ? അതെന്താണ്? അവര് ഇറ്റ് യൂസസ് ആസ് എ നോസ്, മൂക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലും കിട്ടും. ഇനി ഈ ട്രങ്ക് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ബൈ ഫോർ പിക്കിംഗ് ഫുഡ്. ഫുഡൊക്കെ എടുക്കാൻ ഈ തുമ്പിക്കൈ ഉപയോഗിച്ചല്ലേ ഫുഡൊക്കെ പിക്ക് ചെയ്യുന്നത്. അതുപോലെ അവരുടെ ഈ ഒരു കൊമ്പ് കണ്ടോ? അതെന്താണ്? ടീത്താണ്. ടീത്ത് മോഡിഫൈ ചെയ്ത് വന്നതാണ് ഇവരുടെ ഈ ഒരു ടസ്ക്, ഒരു നമ്മുടെ ഈ കൊമ്പെന്ന് പറയുന്നത്. ദീസ് ക്യാൻ ടിയർ ദ ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് എലിഫന്റ് ലവ്സ് ടു ഈറ്റ്. എലിഫന്റിന് ആഹാരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ആ ഒരു കൊമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അവര് ആ തടിയൊക്കെ ടിയർ ചെയ്ത് അവരുടെ ആ ഒരു ഫുഡൊക്കെ ടിയർ ചെയ്ത് എടുക്കുന്നതൊക്കെ അവർ ആ ഒരു ആനക്കൊമ്പ് ഉപയോഗിച്ചിട്ടാണ്. എലിഫന്റ് ഈസ് ഏബിൾ ടു ഹാൻഡിൽ ദ കോമ്പറ്റീഷൻ ഫോർ ഫുഡ് റാദർ വെൽ. ലാർജ് ഇയേഴ്സ് ഓഫ് ദ എലിഫന്റ്, ഇവരുടെ ഈ വലിയ ചെവി എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ചെറിയ സൗണ്ട് വരെ കേൾക്കാനും, അതുപോലെ തന്നെ ദേ ഓൾസോ ഹെൽപ്പ് എലിഫന്റ് ടു കീപ് കൂൾ ആക്കാനും വേണ്ടി, ഹോട്ട് ക്ലൈമറ്റിലൊക്കെ കൂൾ ആക്കാൻ വേണ്ടി ഈ ഒരു ചെവി അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അതും കുറച്ച് ആനയുടെ പ്രത്യേകതകളാണ്. അപ്പൊ നമ്മൾ ഒരുപാട് ജീവികളെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ പരിചയപ്പെട്ടു അല്ലേ? പോളാർ റീജിയനിൽ നമ്മൾ ആരൊക്കെയാണ് പരിചയപ്പെട്ടത്? പോളാർ ബിയറിനെയും പെൻഗ്വിൻസിനെയും അതുപോലെ കുറച്ച് ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കി. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണ് വേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്തിട്ട് വീഡിയോ ഇടാവുന്നതാണ്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കുക. അപ്പൊ നമുക്ക് അതും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ. എന്നാലേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനി അടുത്തടുത്ത ചാപ്റ്റർ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ?